പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ടെക് വിത്ത് സ്പൈഡി എന്ന് പറയുന്ന സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തോടെ നമ്മൾ കോമൺലി നോക്കാൻ പോകുന്നത് ഗാഡ്ജറ്റ്സ് ലൈക്ക് മൊബൈൽ ഫോൺ, ഇയർഫോൺ, ആപ്പിൾ ഗാഡ്ജറ്റ്സ്, ആൻഡ്രോയിഡ് ഗാഡ്ജറ്റ്സ്, ഇതിൻ്റെ തമ്മിലുള്ള കമ്പാരിസൺ, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെ റിവ്യൂസ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി പീരീഡ്, എങ്ങനെ എക്സ്റ്റൻഡഡ് വാറണ്ടി ക്ലെയിം ചെയ്യാം, എക്സ്റ്റൻഡഡ് വാറണ്ടി എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് തൊട്ട് ഈ ചാനലിലൂടെ ഈ ഒരു സീരീസിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ടോപ്പിക്കായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആപ്പിളിൻ്റെ ബാറ്ററി സൈക്കിൾ, ബാറ്ററി ആൻഡ് ബാറ്ററി പേഴ്സൻറ്റേജിനെ കുറിച്ചുള്ള ഒരു റൂമർ. ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂമറാണ്. ഓക്കെ, അപ്പോൾ ഇത് ആപ്പിൾ 14+ ആണ്. ഈ നോച്ച് കണ്ടാലേ അറിയാം 14+ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ 15+ സീരീസും ഇതേ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതുകൂടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കളറ്, അതുപോലെ ഇവിടെ നോച്ച് മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഡൈനാമിക് ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആക്ഷൻ ബട്ടൺ അതുകൊണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ആപ്പിളിൻ്റെ ഡിവൈസ് എടുത്താലും ആപ്പിൾ ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂ ആണ് ബാറ്ററി ഡ്രെയിനേജ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും ആദ്യം ആലോചിക്കും. ഇപ്പം ഞാനത് 100% ചാർജ് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചാർജ് ചെയ്തതാണ്. ഇത് പെട്ടെന്ന് 100 to 0 ആകുന്നതാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ബട്ട് ഒരിക്കലും അല്ല. ബാറ്ററി ഡ്രെയിനേജ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ 14 സീരീസിലൊക്കെ ആണെങ്കിൽ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ്, അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത്, ഇത് രണ്ടും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബട്ട് 15 സീരീസ് തൊട്ട് ബാറ്ററി സൈക്കിൾ കൗണ്ട്, അതുപോലെ തന്നെ ബാറ്ററി മാനുഫാക്ചർ ചെയ്ത ഡേറ്റ്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെർസെൻറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്ത് പെർസെൻറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് അതിലൊരു 16 സീരീസ് ഉണ്ട്. അത് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഞാൻ എടുത്തത് മേ ബി വിശ്വസിക്കാതിരിക്കാം. കാരണം ഇത് ഞാൻ എടുത്തത് 2023 ഡിസംബർ മാസത്തിലാണ്. ലോങ് ടൈം ബാറ്ററി യൂസേജ് റിവ്യൂ ആണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. സ്റ്റിൽ 100% ആണ്. ബാറ്ററി ഹെൽത്ത് പെർസെൻറ്റേജ് പറഞ്ഞാൽ 100% ആണ്. ഇതിൻ്റെ 1% പോലും കുറഞ്ഞിട്ടില്ല. ഞാൻ ഇതിൻ്റെ ബട്ടണിലോട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു ക്യാപ്ചർ പോലും ഇല്ല. ഞാൻ ഇതിൻ്റെ ബാറ്ററി ഒന്നും മാറിയിട്ടുമില്ല. ഓക്കെ, ഈ ബാറ്ററി പെർസെൻറ്റേജ് 100-ൽ നിന്നും ഫോൺ എടുത്ത് ഉടനെ തന്നെ 96, 98, 96 അങ്ങനെ ഡിക്രീസ് ആയിട്ട് 75, 85 എന്നൊക്കെ വരുന്നവർ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മേജർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ബാറ്ററി പെർസെൻറ്റേജ് കുറയുന്നതിന് കാരണം ബാറ്ററി സൈക്കിൾ കൂടുന്നതാണ്. ബാറ്ററി സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ആൻഡ്രോയിഡ് ഫോൺ എടുത്താലും ആപ്പിളിൻ്റെ ഡിവൈസസ് എടുത്താലും ബാറ്ററി സൈക്കിൾസ് ഉണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് ഫോൺസിൽ ബാറ്ററിയുടെ ഈ സൈക്കിളോ ബാറ്ററിയുടെ പെർസെൻറ്റേജോ ഒന്നും നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയി കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ വിവിധ തരം ഡിവൈസസ് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് ആണ്. അതുകൊണ്ട് അവർക്ക് അതെല്ലാം കൂടെ കസ്റ്റമൈസ് ചെയ്ത് മീൻസ് ആ ഒരു പ്രോഗ്രാമിംഗ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, ഇപ്പോൾ ഫണ്ട ചോയ്സ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡിന് വിവിധ തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ബട്ട് ആപ്പിളിലേക്ക് വരുമ്പോഴത്തേനും iOS എന്ന് പറയുന്ന ഒറ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റമേ ഉള്ളൂ. അവരുടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിലും യൂസ് ചെയ്തിരിക്കുന്ന സെയിം ബാറ്ററീസ് തന്നെയാണ്. സോ അതുകൊണ്ട് അവരുടെ ഒരു പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ ബാറ്ററി സൈക്കിൾ എത്രയായി, നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണ്, നമുക്ക് എത്ര വരെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യണമെന്നുള്ള കസ്റ്റമൈസേഷനും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിരി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമല്ല. ഇപ്പം പബ്ലിക്കിൽ പോയി ഞാൻ എപ്പോഴും ഹൈ സിരി എന്ന് കാർക്കൊണ്ടിരിക്കത്തില്ല. ഓക്കെ, അപ്പം സിരിയുടെ കേസ് വരുമ്പോഴത്തേനും ഞാൻ മാക്സിമം സിരി അനലൈസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ഓഫ് ചെയ്തിടും. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിരിയുടെ ഓപ്ഷനിൽ പോയിട്ട് അത് സിരി ആക്സസബിൾ ആക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസേബിൾ ചെയ്തിടും. ഓക്കെ, ലൊക്കേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്കിംഗ് ടൈമിലൊക്കെ ഞാൻ ഇതിൻ്റെ പവർ സേവിങ് മോഡ് എപ്പോഴും ഓൺ ആക്കിയിട്ടിരിക്കും. നമുക്ക് പവർ സേവിങ് മോഡ് പവർ സേവിങ് മോഡ് ഓൺ ആക്കിയിട്ടിരിക്കും. ഈ പവർ സേവിങ് മോഡ് ഓൺ ആക്കി ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിവൈസ് അല്ലാത്ത പക്ഷം ഫുൾ ത്രോട്ടിൽഡായിരിക്കും. പവർ സേവിങ് മോഡ് ഓൺ ആക്കി കഴിയുമ്പോഴും ഇതിൻ്റെ ത്രോട്ടിലിങ് കുറച്ച് കുറയും. മീൻസ് ഇതിൻ്റെ പെർഫോമൻസ് കുറയും. നമ്മളത് ഓൺ ആക്കി ഇട്ടുകൊണ്ട് ഉപയോഗിച്ചതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മീൻസ് ഞാൻ എപ്പോഴും കയറി ഓഫ് ആക്കാറൊന്നുമില്ല. എൻ്റെ ഈ ഫോൺ 80% മണ്ടൽ ബാറ്ററി ചാർജ് കയറിയാൽ മാത്രം ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആകും. ഞാൻ പിന്നെ എടുത്ത് ഓൺ ആക്കിയിടും. ഓക്കെ, പിന്നെ ബാറ്ററി ചാർജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എപ്പോഴും ബിറ്റ്വീൻ 40 and 80 ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററിയിലെ ഇലക്ട്രോഡ്സ് മീൻസ് അതിൻ്റെ അകത്ത് കെമിക്കൽസ് എല്ലാം വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ 40 to 80 എന്ന് പറയുന്ന ആ ഒരു ബാറ്ററി പെർസെൻറ്റേജ് സ്റ്റേജ്. ഇതിന് കൂടിയാലും
40ക്ക് കുറഞ്ഞാലും ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണ്, ഓവർ സ്ട്രെയിൻഡ് ആണ്, ഓവർ ഹീറ്റഡ് ആണ്. അതുപോലെ തന്നെ ഫോൺ ഞാൻ അധികം ഒന്നും ഹീറ്റ് ആക്കാറില്ല, മീൻസ് കണ്ടിന്യൂസ് യൂസ് ഉണ്ടെങ്കിലും ഞാൻ കണ്ടിന്യൂസ് യൂസ് ആകുന്ന സമയത്ത് എന്താണ് ഒന്നെങ്കിൽ AC റൂമിലായിരിക്കും, അല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിലായിരിക്കും, അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ല വെളിയിൽ പോയിട്ടൊന്നും അങ്ങനെ ഓവറായിട്ട് ഹീറ്റ് ആകില്ല. ഹീറ്റും ബാറ്ററീനെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, ബാറ്ററി അല്ല, ബാറ്ററി ഹെൽത്ത്. ഓക്കെ, പിന്നെ പവർ ബാങ്ക്സ് ഒന്നും ഞാൻ ഫോണിൽ യൂസ് ചെയ്യാറില്ല, പവർ ചാർജേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ആപ്പിളിൻ്റെ ഒറിജിനൽ 20 വാട്ട് ചാർജർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. മാക്സേഫ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മാക്സേഫ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ മാക്സേഫ് പോലെ തന്നെ വയർലെസ് ചാർജേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് യൂസ് ചെയ്യുമ്പോഴത്തേനും മേ ബി ഇതിൻ്റെ ഈ കോമ്പാക്റ്റബിലിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയ ഇത് മീൻസ് വയർലെസ് ചാർജസ് ആയിരിക്കത്തില്ല അത്. ഓക്കെ, അപ്പം അത് കോമ്പാക്റ്റബിൾ ആകുമ്പോൾ അതും ബാറ്ററിക്ക് ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഒറിജിനൽ കേബിളും ഒറിജിനൽ ഹെഡും യൂസ് ചെയ്യുക. ഇപ്പം 15 സീരീസ് ഒക്കെ C ടൈപ്പ് ആണ് വരുന്നതെങ്കിലും ഒറിജിനൽ കേബിൾ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് ഓരോ സ്പെസിഫിക്കേഷൻസ്, ആ ഒരു ലൈൻസിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതും ബാറ്ററിക്ക് ഇഷ്യൂ ആണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്ററി കൗണ്ട് കൂടും തോറും എൻ്റെ ബാറ്ററി അല്ലെങ്കിൽ ഫോൺ പൊക്കോണ്ടിരിക്കുകയാണ്, ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു റൂമർ എപ്പോഴും സ്പ്രെഡ് ആവുന്നുണ്ട്. അതൊരിക്കലുമല്ല. ഇപ്പം ആപ്പിളൊക്കെ പറയുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു 96% ബാറ്ററി ഹെൽത്ത് എത്താനായിട്ട് ഒരു 256 സൈക്കിളൊക്കെ വേണ്ടി വരും എന്നാണ്. ഐ ബിലീവ് സോ, അങ്ങനെയാണ് എൻ്റെ അറിവ്. ബട്ട് ഈ ബാറ്ററി ഹെൽത്ത് എപ്പോഴും ഈ ബാറ്ററി സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ 0 to 100 എന്ന് പറയുന്ന ചാർജിങ് സൈക്കിളാണ് ഒരു ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു 256 ഒക്കെ ആയ 15 Pro, എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്ന ഒരു 15 Pro എനിക്കറിയാം, അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഐ തിങ്ക് 96 സംതിങ്ങോ ആണ്. ആൾ അത്യാവശ്യം ട്രാവലിംഗ് ഒക്കെ ഉള്ളതാണ്, ബട്ട് ബാറ്ററി ഡ്രെയിൻ നല്ലപോലെ ഉണ്ട്. ബാറ്ററി ഹെൽത്ത് ഡ്രെയിനും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 96-ന് താഴെ വന്നേ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐഫോണിൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഹെൽത്ത് മാക്സിമം നന്നായിട്ടിരിക്കണമെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് 75 to 80, ഈ ഒരു പെർസെൻറ്റേജിനിടയ്ക്ക് ബാറ്ററി മസ്റ്റായിട്ട് മാറ്റിയിരിക്കണം. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്, ഫോണിന് നല്ല ഡാമേജ് ഒക്കെ വരാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പം ബാറ്ററി ഹെൽത്ത് ഡ്രെയിൻ ആകുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ സർവീസസ് ഒക്കെ മാക്സിമം എപ്പോഴും ഓഫ് ചെയ്തിടാൻ നോക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഐഫോണിൻ്റെ ബാറ്ററി ഡ്രെയിനിന് കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എപ്പോഴും 0 to 100 ചാർജ് ചെയ്യാതിരിക്കുക, 40ക്ക് താഴെ പെർസെൻറ്റേജ് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, 80ക്ക് എബോവും പോകാതിരിക്കുക. എപ്പോഴും നിങ്ങളുടെ ഐഫോൺസ് 40 to 80ക്ക് ഇൻ ബിറ്റ്വീൻ ആ 40 to 80യുടെ ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പവർ ബാങ്ക്സ് ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കുക. ബ്ലൂടൂത്തും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ TWS ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, OnePlusൻ്റെ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ബാറ്ററി സൈക്കിള്, ബാറ്ററി പെർസെൻറ്റേജ് കസ്റ്റമൈസേഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം 16 സീരീസ് ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. അത് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ ഉടനെ തന്നെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് യൂസ്ഫുൾ ആകുന്ന ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.